ഏലം മേഖല പൂർണ്ണമായും തകർന്നിട്ടും കർഷകരെ സഹായിക്കാനും കൃഷി പുനരാരംഭിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കർഷകർ സംഘടിച്ച സ്പൈസസ് ബോർഡിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെ കോടതിയെ സമീപിക്കണമെന്നും കർഷക ഗവേഷകൻ കൂടിയായ റെജി ഞെള്ളാനിയിൽ പറഞ്ഞു. ഏലം മേഖലയ്ക്ക് ഒരു പ്രയോജനവുമില്ലാത്ത സ്പൈസസ് ബോർഡ് പിരിച്ചുവിടണമെന്നുമാണ് ആവശ്യം. രാജ്യത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായുടെ 60% ഇടുക്കിയിൽ നിന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കടുത്ത വരൾച്ച ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചതും ഏലം മേഖലയെ. രാജ്യത്തെ ആകെ ഏലം മേഖലയുടെ 70% വേനലിൽ നശിച്ചിട്ടുണ്ട്. വരൾച്ച ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ്. ഇതിനെതിരെ കർഷകർ ഒന്നിച്ചു നിന്ന് കോടതിയെ സമീപിക്കണമെന്നും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നും കർഷക ഗവേഷകൻ കൂടിയായ റെജി ഞെള്ളാനിയിൽ. ഇവിടുത്തെ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗമായിരുന്നു ഏലകൃഷി. ഇന്ന് ആ ഏലകൃഷി മുഴുവൻ നശിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രണ്ട് വാദഗതികളും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് റീപ്ലാന്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഒന്നും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ നിലപാടിനെതിരെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ മുന്നോട്ട് വരണമെന്നുള്ള ആഹ്വാനമാണ് എനിക്ക് തരുവാനുള്ളത്. ഏലം മേഖല സംരക്ഷിക്കേണ്ടത് സ്പൈസസ് ബോർഡാണ്. എന്നാൽ സ്പൈസസ് ബോർഡ് കർഷകർക്കെതിരായി പ്രവർത്തിക്കുന്നു. വലിയ ലോബികൾക്കൊപ്പമാണ് സ്പൈസസ് ബോർഡ്. ബോർഡ് പിരിച്ചുവിടണമെന്നും റെജി ഞെള്ളാനിയിൽ ആവശ്യപ്പെട്ടു. 1983-84 കാലഘട്ടങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ ഏലത്തിന് 800 രൂപ വിലയുണ്ടായിരുന്നു. ഇന്നും 2000 രൂപ വില നിൽക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഏലത്തിൻ്റെ വില മാത്രം വർദ്ധിക്കാത്തത് എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ലോബി സ്പൈസസ് ബോർഡാണെന്ന് മനസ്സിലാകും. അവരുടെ ഓപ്ഷൻ സെന്ററുകളുടെ യാതൊരു ആവശ്യവും ഈ നാട്ടിലില്ല. കേന്ദ്ര സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏലം ഗവേഷണ കേന്ദ്രമടക്കം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും സർക്കാർ ഏലം മേഖലയെ അവഗണിക്കുകയാണ്. ഏലം മേഖലയിൽ നിന്നുള്ള നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കർഷകർക്ക് ലഭിക്കേണ്ട ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും കർഷകരെ ഒപ്പം നിർത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും റെജി ഞെള്ളാനിയിൽ പറഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.